കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സുധീഷ് പുറത്ത് പോയി സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് സുഭാഷിന് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, ഞാൻ കുറേ ദൂരം പോയിട്ടാണ് ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വന്നതെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിധി ഉണ്ടാകും. അപ്പം നിധി പറയും, ഇത് സുഭാഷ് ഏട്ടന് മാത്രമായിട്ടുള്ളതല്ലല്ലോ, ഈ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ സുധീഷ് കൊണ്ടുവന്നതെന്ന് പറയുകയാണ്. ആ സമയത്ത് സുധീഷ് പറയും, ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞതാ. അപ്പോൾ നിധി പറയും, അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ, എപ്പോഴും സുഭാഷ് ഏട്ടനാണല്ലോ കൊണ്ടുവരാറ്, ഇപ്പോൾ സുധീഷ് കൊണ്ടുവന്നു, പിന്നെ അതെന്തിനാ സുഭാഷ് ഏട്ടനോട് പറയേണ്ടതെന്ന് പറയണേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് സുധീഷ്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് നിധിയോട്, എനിക്കറിയാമായിരുന്നു നിധി ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരും എന്ന് പറയുകയാണ്. ആ സമയത്ത് ഹരീഷ് നികേഷിൻ്റെ ചെവിയിൽ പറയുന്നുണ്ട്, ഇനി അവന് ഓരോന്ന് പറഞ്ഞ് എല്ലാം കുളമാക്കും എന്ന് പറയണം. അപ്പോൾ സുധീഷ് നികേഷിനോട് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ സംസാരിക്കുന്നത് ചോദിക്കുകയാണ്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഒന്നുമില്ലെന്ന് പറയുകയാണ്. നിൻ്റെ അസുഖങ്ങളെല്ലാം മാറിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നികേഷ് പറയുകയാണ്, അസുഖങ്ങളെല്ലാം മാറി, ഏട്ടത്തി തിരിച്ച് വന്നല്ലോ. അപ്പോൾ നിധി ചോദിക്കുകയാണ്, എടാ നീ ഇപ്പോൾ ശരിയായില്ലേ ചോദിക്കുകയാണ്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, ശരിയായി, എനിക്കറിയാമായിരുന്നു നിധി തിരിച്ചു വരുമെന്ന് സുധീഷ് പറയാണ്. അപ്പോൾ നിധി ചോദിക്കുകയാണ്, എങ്ങനെ അറിയാമായിരുന്നു ഞാൻ തിരിച്ചു വരുമെന്ന്. അപ്പോൾ സുധീഷ് പറയാണ്, എനിക്കറിയാം നിധി തിരിച്ചു വരുമെന്ന്, എന്നെയും ഈ വീട്ടിലുള്ളവരെയൊന്നും മറക്കാൻ നിധിക്ക് പറ്റില്ലല്ലോ, ഞാൻ നിധിയുടെ കഴുത്തിൽ താലി കെട്ടിപ്പോയില്ലേ, അതുകൊണ്ടാണ് തിരിച്ചു വന്നതെന്ന് പറയും. എനിക്കുറപ്പായിരുന്നു നിധി ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരും, കാരണം നിധിയുടെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലി ഉണ്ടല്ലോ, അതും ഇട്ടിട്ടാണല്ലോ നിധി ഇവിടെ നിന്നും പോയത്. അങ്ങനെ നിധിക്ക് ഇവിടേക്ക് വരണ്ട എന്നുണ്ടായിരുന്നെങ്കിൽ ആ താലി ഇവിടെ നിധി അഴിച്ചു വെച്ച് പോകില്ലായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെയല്ലേ നിധി പോയത്, അതുകൊണ്ടാണ് തിരിച്ചു വന്നതെന്ന് എനിക്കറിയാമെന്ന് പറയണം. ആ സമയത്ത് നിധി കഴുത്തിലുള്ള താലി ഇങ്ങനെ നോക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് എല്ലാവരും നിധിയെ തന്നെ നോക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് നിധി ആ താലി ഊരിക്കൊണ്ട് കയ്യിൽ പിടിച്ചിട്ട് ആ സമയത്ത് എല്ലാവരും സങ്കടത്തോടു കൂടിയായിരിക്കും നിധിയെ നോക്കുന്നത്. അങ്ങനെ നിധി താലി ഊരി സുധീഷിന് കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് ഹരീഷ് മനസ്സിൽ ഇങ്ങനെ കരുതും, വല്ല ആവശ്യമുണ്ടായിരുന്നു സുധീഷ് ഏട്ടന്, ഇപ്പം അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടല്ലേ നിധിയേട്ടത്തി ഇപ്പം താലി ഊരിയതെന്ന് ഇങ്ങനെ മനസ്സിൽ കരുതാണ്. എന്നിട്ട് നിധി താലി ഊരിക്കൊണ്ട് സുധീഷിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ആ സമയത്ത് സുധീഷ് അത് വാങ്ങുന്നില്ല. അപ്പം നിധി പറയുന്നുണ്ട്, ഇത് വാങ്ങിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. അവൻ നിധി പറയുന്നുണ്ട്, എൻ്റെ കഴുത്തിൽ ഇതൊരു ഡിസൈനുള്ളൊരു മാല കിടക്കുന്നു, അത്ര മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഇനിയിപ്പോൾ ആ മാലയുടെ പേരിൽ സുധീഷ് ഒന്നും പറയാൻ നിൽക്കണ്ട, ഇത് ഇനി സുധീഷ് തന്നെ വെച്ചോ എന്ന് പറയുകയാണ്. ഞാൻ ഇതിന് ഒരു താലിയുടെ ഒന്നും പ്രാധാന്യം പോലും കൊടുത്തിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്ത് നിൽക്കുകയാണ് നിധി. ആ സമയത്ത് നിധി പറയുന്നുണ്ട്, ഇത് സ്വർണ്ണമാണ്, ഇത് നല്ലവണ്ണം സൂക്ഷിച്ച് വെക്കണം, അവിടെ ഇവിടെയൊന്നും ഇടരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിധി അവിടെ നിന്നും മുറിയിലോട്ട് പോകുകയാണ്. സുഭാഷും ഹരീഷും പറയും, എന്തിനാ സുഭാഷ് ഏട്ടന് ഓരോന്ന് ഏതുണ്ടാക്കിയത്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, സുഭാഷ് ഏട്ടന് സുധീഷ് ഏട്ടന് ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ സുധീഷ് പറയണ, ഒന്നും മിണ്ടാതെ നിൽക്കട എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തോട്ടേക്ക് പോവുകയാണ്. എന്നിട്ട് താലി നോക്കിക്കൊണ്ട് നിധി അത് ഊരിക്കൊടുത്തത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.